Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സൺഗോഡ് ആളാണെങ്കിൽ അവിടേക്ക് വന്നിരിക്കുകയാണ്. ആള് ഫുൾ കലിപ്പിൽ ചുറ്റും നോക്കും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യും. ഇതെന്റെ ടെമ്പിളാണ്. എന്റെ ടെമ്പിളിന് നിങ്ങൾ തീ വെച്ചു. ഞാൻ വളരെ ഇഷ്ടത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പെറ്റ്സിനെ അവരെല്ലാവരെയും നിങ്ങൾ തല്ലിക്കൊന്നു. ഒരു കാരണവശാലും എനിക്കിത് ക്ഷമിക്കാനാവില്ല. നിങ്ങളൊക്കെ ആരാണ്, എന്തിനിവിടേക്ക് വന്നു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഇപ്പൊ പതിയെ പുറകിലേക്ക് വലിയാണ്. ഇവിടെ അവിടെ മര്യാദയ്ക്ക് ഞാൻ തരുന്ന ശിക്ഷ അത് ഏറ്റുവാങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ രക്ഷിക്കടാ എന്ന ഉച്ചത്തിൽ നിലവിളിച്ച് പുറകിലേക്ക് ഓടും. അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ അവരുടെ സൺഗോഡിനെ വിളിക്കും. സൺഗോഡ്, ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനിക്കണം, എടുത്തുചാടി ഒന്നും ചെയ്യരുത്. പക്ഷെ സൺഗോഡ് ആണെങ്കിൽ ഒന്നും കേൾക്കാതെ അവരെ അറ്റാക്ക് ചെയ്യാൻ പിന്നാലെ പോവാണ്. അതേസമയം അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ചുറ്റും നോക്കും. ആ ടെമ്പിളിലാണെങ്കിൽ തീ അങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ തീ അണയ്ക്കണം. ഇത് അണച്ചിട്ടില്ല എങ്കിൽ ഇവിടെ മുഴുവൻ സ്പ്രെഡായി നമ്മുടെ ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും നശിച്ചു പോകുമെന്ന് പറയും. ഉടനെ അവരാണെങ്കിൽ അത് അണയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കും. ഇവിടെ സൺഗോഡിനാണെങ്കിൽ അവന്റെ ദേഷ്യം അരിച്ചൊന്നും അടങ്ങില്ല. നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് ആർത്തലച്ച് അവർക്ക് പിന്നാലെ പോവാണ്. ഇവിടെ സോറോ ആണെങ്കിൽ ഇവർക്ക് അല്പം വട്ടുണ്ടോ, സൺഗോഡ് എന്തിനാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്, ഇവൻ ശരിക്കും സൺഗോഡ് തന്നെയാണ് ചോദിക്കും. അതിന് സാഞ്ചി പറയും, ഒരിക്കലുമല്ല, ഇതേതോ ലോക്കലാണ്, ഒറ്റ കിക്കിന് അവനെ തെറിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞ് ഇപ്പോ ഒരുപാട് ദൂരം ഓടി മുൻപോട്ടേക്ക് വരും. അപ്പോഴാണെങ്കിൽ രണ്ട് റോഡ് അത് രണ്ട് ഭാഗത്തേക്ക് പെരുകയാണ്. നാമി ആണെങ്കിൽ അവൾ കളക്ട് ചെയ്ത ആ മാപ്പ് അത് തുറന്നു നോക്കി ഡയറക്ഷൻ പറഞ്ഞു കൊടുത്ത് അവിടേക്ക് അവർ കുതിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മുൻപോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ സൺഗോഡ് ആണെങ്കിൽ ആ ക്യാറ്റിനെ വിളിക്കും, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അനുസരിക്കാതെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവർ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഇപ്പൊ വീണ്ടും ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ലൂഫിക്കാണെങ്കിൽ ആ ഗ്രാമം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വാവ്, ഇത് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ഉസോപ്പാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. തൊട്ടുപുറകിൽ മരണൻ ടാക്സി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണോ നീ ഇവിടെ പ്രകൃതി ഭംഗി അത് ആസ്വദിക്കണേ? അത് കാണുന്നില്ലേ, അവൻ ഓൾമോസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ അറ്റാക്കിൽപ്പെട്ട് നമ്മളെല്ലാവരും ചരമം അടയും. അത് കേട്ട് സോറോ ആണെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട, എന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ ഞാൻ വെട്ടി കൊല്ലും. അതിന് സാഞ്ചി പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ഒരു ഒറ്റ കിക്കില് സൺഗോഡിന്റെ കാറ്റ് പോവാവുന്നതേ ഉള്ളൂ. ഉടനെ ലൂഫി പറയും, ഇതൊന്നും വേണ്ട, അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. ഉസോപ്പാണെങ്കിൽ ലൂഫി വാൺ ചെയ്യും, നീ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യ്, അതല്ല എങ്കിൽ നമ്മുടെ കഥ കഴിയും. ഇവിടെ നമ്മുടെ ആൾക്കാരുള്ളത് ആ പൂച്ചയുടെ പുറത്താണ്. അവരാണെങ്കിൽ ആ പൂച്ചയെ ഭയപ്പെടുത്തി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പോ ഐസോണ്ടുണ്ടാക്കിയ ആ വലിയ മല അതിന്റെ മുകളിലൂടെ എടുത്തു ചാടാനായിട്ട് ആ പൂച്ചയോട് പറയും. പൂച്ചയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് അതിന്റെ മുകളിലൂടെ എടുത്തു ചാടി പോവാണ്. അവിടെയുള്ള ജനങ്ങള് കണ്ണിമ വെട്ടാതെ അത് നോക്കും. പൂച്ചയാണെങ്കിൽ മലയുടെ മുകളിൽ സക്സസ്ഫുൾ ആയിട്ട് എത്തും. പക്ഷെ അടുത്ത നിമിഷം അതിന്റെ കൺട്രോൾ പോയി അത് താഴേക്ക് പോവാണ്. ആ ഒരു മല അതിപ്പോ ചില്ലായിട്ട് ഉടഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. അത് കണ്ട് ലൂഫിയുടെ കൺട്രോൾ പോവും. ഓ നോ, വൃത്തികെട്ട മാക്കാച്ചി പൂച്ചെ, നിന്നോട് ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തു ചാടാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ അത് മുഴുവൻ നീ നശിപ്പിച്ചില്ലേന്ന് ചോദിക്കും. അടുത്ത നിമിഷം അവരെല്ലാവരും അടിച്ച് താഴേക്ക് വീഴുകയാണ്. ഉസോപ്പാണെങ്കിൽ തലയും കുത്തി വീഴുമ്പോൾ ഇവിടെ നമ്മുടെ സാഞ്ചി ആണെങ്കിൽ നാമിയെ സേഫ് ആയിട്ട് ക്യാച്ച് ചെയ്ത് വളരെ ലൈറ്റായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കും. പൂച്ചയാണെങ്കിൽ ദയനീയമായിട്ട് ഇപ്പൊ നമ്മുടെ ലൂഫിയെ നോക്കും. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു, അടുത്ത തവണ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയും. അത് കേട്ട് പൂച്ചയാണെങ്കിൽ ഓക്കെ പറയാണ്. ഇവിടെ സൺഗോഡ് ആണെങ്കിൽ അവിടേക്ക് ഒന്ന് ദേഷ്യപ്പെടും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സാമ്രാജ്യം നിങ്ങൾ തകർക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഇതൊക്കെ കെട്ടിപ്പൊക്കി ഉയർത്തിയെടുത്തത്. പക്ഷെ ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങളതെല്ലാം തകർത്തു. ഇത് ഞാൻ ക്ഷമിക്കില്ല, ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. സൺഗോഡ് ആണെങ്കിൽ ഞൊടിയടയിൽ കൈ നീട്ടി നമ്മുടെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ പൂച്ചയോട് ഉഷാറായിട്ട് ചാടി ഓടാൻ പറയും. അതാണെങ്കിൽ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. സൺഗോഡ് ദേഷ്യപ്പെടും, ഹേയ് മുതുക്കു പൂച്ചെ, നീ എന്റെ അസിസ്റ്റന്റ് ആണ്, നീ എന്തിനാണ് അവര് പറയുന്നത് കേൾക്കുന്നതെന്ന് ചോദിക്കും. പൂച്ചയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഇപ്പൊ അടുത്ത ഡയറക്ഷനിലേക്ക് ഓടുകയാണ്. നമ്മുടെ ആൾക്കാര് അവര് ഡയറക്റ്റ് ആയിട്ട് ഓടുകയാണെങ്കിൽ ഇത്രയും സ്പീഡിൽ അവരെ കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആ പൂച്ചയുടെ സഹായം അവര് തേടിയത്. സോപ്പാണെങ്കിൽ നാമിയുടെ കയ്യിലുള്ള ആ ബ്ലൂ പ്രിന്റിൽ ഇതിലൊരു എൻഡ് ഉണ്ടെന്ന് പറയും. അത് കേട്ട് നാമിയാണെങ്കിൽ ആ ബ്ലൂ പ്രിന്റ് അങ്ങനെ കയറി വലിച്ചെറിയാണ്. നീ എന്തായി ചെയ്യണേ, നീ എന്തിനത് കയറിക്കളഞ്ഞ്? അതിനവള് പറയും, ഓൾറെഡി ആ ഒരു ബ്ലൂ പ്രിന്റ് അതെന്റെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞ് എനിക്കെല്ലാം കാണാപ്പാടമാണ്. നാമിയാണെങ്കിൽ ഓപ്പോസിറ്റ് കാണിച്ചു കൊടുക്കും. ആക്ച്വലി നമ്മുടെ ആൾക്കാർ എവിടെ നിന്ന് വന്നോ അവിടെയാണ് അവർ ഡോറൊക്കെ തകർത്ത് തീയൊക്കെ കൊളുത്തി വിട്ട് വന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ മിറർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെയും അപ്രകാരം കത്തി എരിയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ലൂഫിയും ടീമും ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. മുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്ലൗഡ് അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോ ബാക്കിയുള്ളവർ പറയും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ അത് ചെക്ക് ചെയ്യും. അത് പഞ്ഞി ഒരുപാട് കയറുകളിൽ അങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടെ
അത് നോക്കുകയാണ്. ആക്ച്വലി ഇതൊരു വലിയ റൂമാണ്. അതിൽ കണ്ണാടി സെറ്റ് ചെയ്തപ്പോൾ അതൊരു ഇൻഫിനിറ്റി വേൾഡായി മാറി. അവിടെയുള്ളവരെല്ലാവരും അത് വലിയൊരു രാജ്യമാക്കി കൺസിഡർ ചെയ്തു. ഓൾമോസ്റ്റ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പകുതി ദൂരം കടന്നെത്തിക്കഴിഞ്ഞു. സോ ഓപ്പോസിറ്റ് കണ്ടതുപോലെയുള്ള കണ്ണാടിയാണ് മുൻപിലുള്ളത്. അത് തകർക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ പുറത്ത് കടക്കാനായിട്ട് കഴിയും. സൺ ഗോഡ് ആണെങ്കിൽ അവരുടെ തൊട്ട് പിന്നാലെ വരും. അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ആക്ച്വലി സയൻസിനെ ലോക്ക് ചെയ്ത് വെക്കുന്ന വലിയൊരു ലോകം തന്നെയാണ്. അവിടെയാണ് ഇപ്പൊ നിങ്ങൾ വന്ന് പെട്ടുപോയിരിക്കുന്നത്. ഉറപ്പായാലും നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷയുണ്ടാവില്ല. ഗോഡ് ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ സ്റ്റിക്ക് അതിന്റെ നടുവിൽ പ്രസ് ചെയ്യുകയാണ്. ആ നിമിഷം അതിന്റെ എഡ്ജിൽ നിന്ന് ഒരു നെറ്റ് അങ്ങനെ പുറത്തേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പൊ അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ നീട്ടുകയാണ്. ആ ഒരു നെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ പിടിക്കുക എന്നതാണ് സൺഗോഡിന്റെ ലക്ഷ്യം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പൂച്ചയോട് ഇപ്പൊ ഉഷാറായിട്ട് വീണ്ടും ഓടാനായിട്ട് പറയും. പക്ഷേ ആ ഒരു സൺഗോഡാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ എത്രയൊക്കെ സ്പീഡിൽ ഓടിയിട്ടും യാതൊരു കാര്യവുമില്ല. ആ കണ്ണാടി തകർത്ത ഒരു ഡെഡ് എൻഡ് ആണ്. സത്യത്തിൽ ഇത് ജയൻസുകളെ ലോക്ക് ചെയ്യുന്ന ഒരു റൂമാണ്. ജയൻസുകൾക്ക് പോലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെയല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ നെറ്റ് ഉപയോഗിച്ച പൂച്ചയടക്കം നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ലോക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ പൂച്ചയോട് ദേഷ്യപ്പെടും, നീ ആ നെറ്റ് വരുന്നത് കണ്ടതല്ലേ, നീ എന്തുകൊണ്ട് സ്പീഡിൽ ഓടിയില്ല? ആ പൂച്ചയാണെങ്കിൽ ചെകുത്താന്റെയും കടലിന്റെ ഇടയിൽ പെട്ടുകിടക്കുകയാണ്. അതിനെന്ത് ചെയ്യണമെന്നറിയാതെ അത് കരയുമ്പോൾ ചുറ്റും ഉണ്ടായിരുന്ന ആ ജനങ്ങള് അവരാണെങ്കിൽ എന്താ സംഭവിക്കണേന്നറിയാതെ കൺഫ്യൂസ്ഡായി നടക്കുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇവിടെ സൺഗോഡ് ആണെങ്കിൽ ആ നെറ്റ് അങ്ങനെ വലിച്ചടുപ്പിക്കുന്ന അതേ സമയം നമ്മുടെ സാഞ്ചിയും സോറോയും അവർ രണ്ടുപേരും സൺഗോഡിന് നേരെ ചാടി അങ്ങനെ വീഴുകയാണ്. സോറോ ആണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടാനായിട്ട് റെഡി ആയിട്ട് നിന്നോന്ന് പറഞ്ഞ് ആ ഒരു വല അതങ്ങനെ കയറി കളയാണ്. അത് കണ്ട് സൺഗോഡിനാണെങ്കിൽ ദേഷ്യം ഇരട്ടിയാവും. കാരണം മെറ്റൽ വയറാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യും? ഈ വയറ് തകർത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ച് ആളാണെങ്കിൽ ഇപ്പൊ ആ പൂച്ചയെ ചീത്ത വിളിക്കും. പൂച്ചയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ആൾക്കാരുമായിട്ട് കുതിക്കും. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിലാണ് ഇയർ ഗോഡ് ഉള്ളത്, ഉറപ്പായാലും അവൻ നിങ്ങളെ പിടിക്കുമെന്ന് പറയും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ സൺഗോഡിനെ ചൂണ്ടിക്കാണിക്കും. ഇയർ ഗോഡിനെ ആരോ കത്തിക്കരിച്ച് കൊന്നുകളഞ്ഞു. ഇപ്പോ ആ കാസിലും തകർന്നു വീണിരിക്കുകയാണ്. സൺഗോഡ് ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി പോവാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് പ്രതീക്ഷിച്ചതല്ല. ഇത് ശരിക്കും ഒരു ശാപം പിടിച്ച ദിവസമാണെന്ന് പറഞ്ഞ് സൺഗോഡ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ റാബിറ്റിനെ കുറിച്ച് ആലോചിക്കും. അതൊരു കൊഴുത്ത റാബിറ്റ് ആയിരുന്നു. അതിനെയാണ് നമ്മുടെ ആൾക്കാർ കത്തിക്കരിച്ച് കൊന്നു കളഞ്ഞത്. ഉറപ്പായാലും അത് അവര് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആദ്യം അവനൊന്ന് വല്ലാതെ ദേഷ്യപ്പെടുമെങ്കിലും അതിനുശേഷം പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. ആൾക്കാർക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അതിനുശേഷം അവൻ പറയും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മിനിയേച്ചർ പോലെ ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നടന്നിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് എന്റെ സ്ക്രിപ്റ്റിന് അതീതമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ലോകത്ത് ഈവിൾസും ഹീറോസും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഈ ജീവനുള്ള പപ്പടുകള് അവര് ശരിക്കും പുതിയൊരു സ്റ്റോറിയുമായിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.